ലോകേഷിന് ലീഡ് റോളിൽ എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് DC എന്ന ചിത്രം. ട്രെയിലറിന് കൊടുത്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ പടത്തിന് കയറിയ ഹൈപ്പ് ചെറുതൊന്നുമല്ലായിരുന്നു. പടത്തിന്റെ റിലീസ് തീയതി ഇപ്പോൾ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ജൂലൈ 31 പുറത്തിറങ്ങാനിരുന്ന ചിത്രത്തിന്റെ റിലീസ് ഇപ്പോൾ ഓഗസ്റ്റ് 7 മാറ്റിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്ന് A സർട്ടിഫിക്കറ്റ് ആണ് പടത്തിന് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പടത്തിന്റെ റിലീസ് മാറ്റാനുള്ള കാരണം അറിയാമല്ലോ. ജനനായകം പോലെ വലിയൊരു സിനിമ വരുമ്പോൾ തമിഴിൽ നിന്ന് മിക്ക സിനിമകളുടെ റിലീസ് ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. കൂടാതെ ചിത്രത്തിന്റെ സെക്കൻഡ് സിംഗിൾ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ പുറത്തിറക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അനിരുദ്ധ് ഈ ഒരു ചിത്രത്തിന്റെ ഫസ്റ്റ് സിംഗിൾ വേറെ ലീഗിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് സിംഗിളും അതുപോലെ ഒരു ഐറ്റം ആകണേ എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ തന്നെയുണ്ട്. ഇന്ദ്രൻ സേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ചിന്ന ചിന്ന ആസ എന്ന ചിത്രം. ഈ ഒരു പടം ഇന്ദ്രൻ സേട്ടൻ്റെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. പടത്തിന് OTT അവകാശങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഇവരുന്ന ജൂലൈ 28 ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസിനെത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ജോജു ജോർജിന് ഒരു പക്ക കിൻഡലടി എക്സ്പെക്ട് ചെയ്തിട്ട് പോയിട്ടുള്ള ഒരു പടമായിരുന്നു വരവ് എന്ന ചിത്രം. പടത്തിന് റെസ്പോൺസ് വന്നപ്പോൾ ആ കിൻഡലടി മാത്രമാണ് ബാക്കിയായി നിന്നത്. കാരണം പഴയ കഥ വീണ്ടും പുതിയ കുപ്പിയിലാക്കി എടുക്കുന്ന രീതിയില്ല, അതേ ഒരു പരിപാടി തന്നെയാണ്. അതുകൊണ്ട് ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു ഈ ഒരു പടത്തിന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു പടമായതുകൊണ്ടൊക്കെ തന്നെ ഈ ഒരു ചിത്രം പരാജയപ്പെടാനുള്ള ഹൈ ചാൻസസ് തന്നെ കാണുന്നുണ്ട്. അതിനെ കമൻറ്റ് സബ്ലൈറ്റിലോട്ട് തന്നെ വരാം. കമൻറ്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് പ്രഭാസിൻ്റെ ഫൗസി എന്ന ചിത്രത്തെ പറ്റിയാണ്. ഈ ഒരു പടത്തിൻ്റെ റിലീസ് ഈ വരുന്ന ഡിസംബർ 3 ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിന് ഏകദേശം ഒരു 80% ഷൂട്ടും പരിപാടികളും കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ പ്രഭാസ് ചിത്രങ്ങളൊക്കെ ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഓക്കെ ഫീലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു പടത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് നടത്താൻ ആ ഒരു ഫസ്റ്റ് ലുക്ക് തന്നെ ധാരാളം എന്നുള്ള രീതിയിലൊന്നും വന്നിട്ടില്ലായിരുന്നു. ബട്ട് സ്പിരിറ്റിൻ്റെ കണ്ടപ്പോഴാണ് ഈ അടുത്തെങ്കിലും കുഴപ്പമില്ലാത്ത നല്ല ഒരെണ്ണം തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഒരു പ്രഭാസ് ചിത്രത്തിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് ലുക്ക് എന്ന് പറയുമ്പോൾ ഒരു ബ്ലാസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ തന്നെ ഞെട്ടുന്ന ലെവലൊക്കെ തന്നെ വരണമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ ലെവൽ ആ ഒരു എക്സ്പെക്ടേഷന് മുകളിൽ പോയിട്ടുള്ളൊരു ഫസ്റ്റ് ലുക്കായിട്ടായിരുന്നു ഈ ഒരു ഫൗസി ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്ത കമൻറ്റ് വഴി ചോദിച്ചിട്ടുള്ളത് ടോക്സിക് മൂവിയുടെ അപ്ഡേറ്റിനെ പറ്റിയായിരുന്നു. ചിത്രത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പിന്നെ കറുപ്പ് ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം സംഭവിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സൂര്യയുടെ ആ ഒരു കറുപ്പിന് ഹ്യൂജ് സക്സസിന് ശേഷം ഒരുപാട് ലൈനപ്പ് പുള്ളി ഇപ്പോൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. RJ ബാലാജി അതിൽ 1-2 പടമൊക്കെ സംവിധാനം ചെയ്തതിന് ശേഷമേ കറുപ്പ് 2 പറ്റി തന്നെ ചിന്തിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പടം സംഭവിക്കും, പക്ഷേ നല്ല രീതിയിൽ തന്നെ ഡിലേ വരുമെന്ന് അവർ രണ്ടുപേരും ഈ ഒരു കാര്യത്തിലൂടെ കൺഫേം ആക്കിയിരിക്കുകയാണ്. ആര്യയുടെ കരിയറിലെ തന്നെ ഭയങ്കര രീതിയിലുള്ള റെസ്പോൺസുകൾ ഇപ്പോൾ OTT റിലീസായിട്ടായിരുന്നു അന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. ബട്ട് എല്ലാവരുടെ അടുക്ക് നല്ല രീതിയിലുള്ള ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള പടമായിരുന്നു സർപ്പാട്ട പരമ്പര എന്ന ചിത്രം. പടത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഓഗസ്റ്റ് 13 മുതൽ ചിത്രത്തിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ബട്ട് ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ നെക്സ്റ്റ് മന്ത് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു സിവിക്കൽ പരിപാടിയല്ല, ഒരു പ്രീക്വൽ പരിപാടിയാണ്. പ്രീക്വൽ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ല. ഈ ഒരു സർപ്പാട്ട പരമ്പര എന്ന ചിത്രത്തിന് മുമ്പേ നടന്നിട്ടുള്ള കഥയാണ് അവർ സർപ്പാട്ട പരമ്പര 2 ആയിട്ട് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ സർപ്പാട്ട പരമ്പര 70s നടന്ന കഥയാണെങ്കിൽ ഇതൊരു 40s അല്ലെങ്കിൽ ഒരു 50s നടന്ന കഥയായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സർപ്പാട്ട പരമ്പരയുടെ ഒറിജിനലാണ് ഈ ഒരു സർപ്പാട്ട പരമ്പര 2 എന്ന ചിത്രം. പൃഥ്വിരാജിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ഐ നോബഡി എന്ന ചിത്രം. 7 ദിവസം കൊണ്ട് വേലുമായിട്ട് 14 കോടി രൂപയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏകദേശം 20-25-30 കോടി രൂപയ്ക്ക് അടുത്തോളമാണ് ബഡ്ജറ്റായി വന്നിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ തിയേറ്ററിൽ ഈ ഒരു ചിത്രം പരാജയമായി എന്ന് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടൊരു കാര്യം തന്നെയാണ്. ലാലേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അതിമനോഹരം എന്ന ചിത്രം. ചിത്രത്തിൻ്റെ 7 ദിവസത്തോളം വരുന്ന തൊടുപുഴയിലുള്ള ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. അതിനുശേഷം അവർ മുംബൈയിലോട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ ഷെഡ്യൂൾ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ചിത്രത്തിൻ്റെ 80-85 ഡേയ്സോളം വരുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഏകദേശം ഒരു സിംഗിൾ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ദളപതിയുടെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം. ചിത്രത്തിൻ്റെ സെക്കൻഡ് സിംഗിൾ ഇന്നലെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പടത്തിൻ്റെ കേരളത്തിലുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തുടങ്ങാൻ പോകുന്നത് രാവിലെ 6 മണിക്കായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 6 മണിയോടെ ചിത്രത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. പടത്തിന് കിടലിൻ്റെ രീതിയിലുള്ള ഒരു ബുക്കിംഗും പരിപാടികളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രഭാസിൻ്റെ ലീഡിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സ്പിരിറ്റ് എന്ന ചിത്രം. ചിത്രത്തിൻ്റെ ഏകദേശം 40% ഷൂട്ടിംഗ് മാത്രമാണ് ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രം അടുത്ത വർഷം മാർച്ച് 5 തിയേറ്റർ റിലീസ് എത്താനുള്ള ചാൻസസ് വളരെ കുറവാണ്. എങ്കിലും ചിത്രത്തിൻ്റെ ടീം ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് അടുത്ത വർഷം മാർച്ച് 5 തന്നെ വേൾഡുമായിട്ട് തിയേറ്റർ റിലീസിന് എത്തിക്കാൻ. എന്നാലും എത്താനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ മലയാളത്തിൽ നിന്ന് കണ്ടന്റ് ഓറിയൻറ്റഡ് ഒരു പീക്ക് എക്സ്പീരിയൻസ് കൊടുത്തിട്ടുള്ളൊരു പടമായിരുന്നു ബാലൻ എന്ന പടം. ചിത്രത്തിൻ്റെ OTT റിലീസിനെ കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ OTT റിലീസ് എന്നാണെന്ന് നമ്മുടെ കമൻറ്റ് വഴി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പടത്തിൻ്റെ OTT അവകാശങ്ങൾ C5 ആയിരുന്നു സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ജൂലൈ 31 ചിത്രം OTT റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി തന്നെ ചിത്രത്തിൻ്റെ ടീം അതിനെ കൺഫേം ആക്കിയിരിക്കുകയാണ്. SS രാജമൗലി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സിനിമയെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. സൂര്യയ്ക്ക് മഹധീര എന്ന രാംചരൺ ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിനെ അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട്
പുള്ളി അത് അന്ന് നിരസിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരം പുള്ളി അയൺ എന്ന ചിത്രം ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യ ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മിസ്സാണ് ഞാൻ അന്ന് ചെയ്തിട്ടുള്ളതെന്ന്. കാരണം ആ ഒരു ഓപ്പർച്യൂണിറ്റി മഹദീരിയയിൽ ഇപ്പോൾ രാംചരന് പകരം ഇപ്പോൾ സൂര്യ എത്തിയിരുന്നെങ്കിൽ പുള്ളിയുടെ കരിയർ അന്ന് മുതൽ വേണമെങ്കിൽ പീക്കിൽ പോയേനെ. കാരണം അമ്മാതിരി തന്നെ ഇതൊരു സ്റ്റാർഡത്തിൽ നിന്ന ടൈമിലായിരുന്നു അതുപോലൊരു പ്രൊജക്റ്റ് എത്തിയിട്ടുള്ളത്. രാംചരൻ്റെ രണ്ടാമത്തെ പടമായിട്ട് പോലും ആ ഒരു പടം എങ്ങാണ്ട് 100-150 കോടി രൂപ അടുത്തോളം അന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പീക്ക് ടൈമിൽ നിൽക്കുന്ന സൂര്യയൊക്കെ ആ ഒരു പടം ചെയ്തിരുന്നെങ്കിൽ പുള്ളിയുടെ കരിയർ ഗ്രാഫെ മാറിയാനെ. ഒരു പക്ഷേ ബാഹുബലി എന്ന ചിത്രം പ്രഭാസിന് കിട്ടിയ പോലെ അന്ന് ചിലപ്പോൾ വേണമെങ്കിൽ സൂര്യയ്ക്ക് മഹദീര എന്ന ചിത്രമൊക്കെ പുള്ളിയുടെ കരിയറിൽ തന്നെ വലിയൊരു ഗ്രോത്തിന് സഹായിച്ചേനെ. പിന്നെ ആ ഒരു കങ്കുവയുടെ ഇവൻറ്റിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ അല്ലെങ്കിൽ ഒരു രാജമൗലിയുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി താൻ ഇപ്പോഴും വെയിറ്റിംഗ് ആണെന്ന്. കറുപ്പിൻ്റെ ആ ഒരു മാസീവ് സക്സസോട് കൂടി തന്നെ രാജമൗലിയായിട്ട് ഒരു പടം വരാൻ പോകുന്നുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് സൂര്യയുടെ 50ാമത്തെ ചിത്രമായിരിക്കുമെന്ന് റൂമറുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബട്ട് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. വാരണാസി പടമൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആക്കി ഒന്ന് പുള്ളി റിലാക്സ് ചെയ്യുന്ന ടൈമിലായിരിക്കും സൂര്യയുടെ ഇനിയുള്ള 2 പടത്തിൻ്റെ ഷൂട്ടും വർക്കും ഒക്കെ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആകുക. ഇപ്പോൾ വാരണാസി ചിത്രത്തിന് ശേഷം വേറെ ഏതെങ്കിലും ആക്ടറുമായിട്ട് മറ്റൊരു സിനിമ കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ സൂര്യ പടം വരാൻ നല്ല രീതിയിൽ തന്നെ ലേറ്റ് ആകും. ബട്ട് ലൈനപ്പിൽ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എന്തായാലും ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.